സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. റാസ് ലെവൽസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാമോ എന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊരു മറുപടിയായിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇതിൻ്റെ റാസ് ലെവൽസിനെ കുറിച്ചൊരു വീഡിയോ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ ചാപ്റ്റർ നമ്പർ 10 or 11 നോക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ മിസ്സിംഗ് ഉള്ള കുറച്ച് ഡാറ്റാസ് ഇതിനകത്ത് നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ആദ്യമായിട്ട് ഒത്തിരി പേര് ചോദിക്കുന്നതാണ് എന്താണ് റാസ് ലെവൽസ്, അതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. തുടക്കത്തിലേക്ക് പോകുകയാണെങ്കിൽ റാസ് ലെവൽസ് എന്ന് പറഞ്ഞാൽ മാനുവലി കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന മാർക്കറ്റിൻ്റെ പിവറ്റ് ലെവൽസാണ്. ഈ ഓരോ ലെവൽസും ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലാണ് ഞങ്ങൾ ഷെയർ ചെയ്യാറുള്ളത് ഓരോ ദിവസവും വൈകുന്നേരം. സോ ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ റാസ് ലെവൽസിൻ്റെ റാസ് ലെവൽസിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റിൽ ഞാൻ ഈ ഒരു ലെവൽസ് കുറച്ച് കാലമായിട്ട് ഒരു 3-4 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ലെവൽസാണ്. അപ്പോൾ ഇത് ഫസ്റ്റിൽ കാൽക്കുലേറ്റ് ചെയ്തെടുത്തപ്പോൾ പല രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് പല കാര്യങ്ങൾ ഉൾപ്പെടുത്തി പോളിഷ് ചെയ്ത് അങ്ങനെയാണ് 2019-20 ആ ടൈമിൽ ഏകദേശം ഇതൊരു ആക്യുറസി ഒരു 90% ഒക്കെ കിട്ടുന്ന രീതിയിലേക്ക് റാസ് ലെവൽസിനെ എത്തിക്കാൻ പറ്റിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് പേരിടുക ഈ ലെവൽസിന് എന്നുള്ള ഒരു ചോദ്യം വന്നു. പല പേരുകളും ഞാൻ നോക്കി എനിക്കൊന്നും ഉപയോഗിക്കാൻ പറ്റിയില്ല. അവസാനം എൻ്റെ പേര് റഷീദ് എന്നാണ്. അപ്പോൾ റഷീദ് എന്നുള്ളതിൻ്റെ ആ പേരിൻ്റെ ആദ്യത്തെ 3 അക്ഷരം എടുത്ത് ഞാൻ അതിന് റാസ് എന്നിട്ട് RAS ലെവൽസ് എന്ന് പേരിട്ടു. പിന്നീട് അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് ഒരു ഗൂഗിൾ മീറ്റ് നടക്കുമ്പോഴാണ് ഒരു സുഹൃത്ത് വന്നിട്ട് ചോദിച്ചത് ഈ റാസ് ലെവൽസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ലെവൽസ് അല്ലേ എന്ന്. തീർച്ചയായിട്ടും ഞാൻ അപ്പോൾ പറഞ്ഞു അത് തന്നെയാണെന്നുള്ളത്. അവിടെ തൊട്ട് അതിന് റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ലെവൽസ് എന്ന രീതിയിൽ റാസ് ലെവൽസ് എന്ന ഒരു ഡെഫിനേഷൻ ആയി തുടങ്ങി. അങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത്. പക്ഷേ റാസ് ലെവൽസിൻ്റെ ആക്യുറസി പക്ക ഒന്നും പറയാനില്ല, അത്രയും പോളിഷ്ഡ് ആയിട്ടാണ് ഇത് വരുന്നത്. മാനുവലി കാൽക്കുലേറ്റ് ചെയ്തതിന് ഇൻഡിക്കേറ്റേഴ്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല. ഇത് മാനുവലി കാൽക്കുലേറ്റ് ചെയ്യുന്ന ലെവൽസാണ്. ദെൻ ഈ ലെവൽസിൻ്റെ കൂടെ റാസ് ലെവൽസ് കൂടാതെ CPRും മാർക്കറ്റ് എക്സ്പെക്റ്റഡ് റേഞ്ചൊക്കെ ഇതിൻ്റെ കൂടെ ഞങ്ങൾ കൊടുക്കാറുണ്ട്. സോ നമുക്കത് നോക്കാം. എന്താണ് ഒരു മാർക്കറ്റിൻ്റെ ലെവല് എന്ന് പറയുന്നത്. ഇപ്പോൾ നാളത്തേക്ക്, അതായത് തിങ്കളാഴ്ചയാണ്, ഇപ്പം റെക്കോർഡ് ചെയ്യുന്നത് ഞായറാഴ്ചയാണ്. നിഫ്റ്റിയുടെ ലെവൽസാണ്. നിഫ്റ്റിയുടെ ലെവൽസിൽ ഇവിടെ എക്സ്പെക്റ്റിംഗ് റേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു റേഞ്ച് കൊടുത്തിട്ടുണ്ടാവും. ഒന്നുകിൽ 22,292 ഒരു ലോവർ സൈഡിൽ, അല്ലെങ്കിൽ 22,548 ഹയർ സൈഡിൽ. രണ്ടിലേതെങ്കിലും ഒരെണ്ണം മാർക്കറ്റ് ടച്ച് ചെയ്യും. അപൂർവം ദിവസങ്ങളിൽ ഒരു 100-ൽ 10 ദിവസമൊക്കെ ഇത് രണ്ടും ടച്ച് ചെയ്യുന്ന അവസ്ഥയുണ്ടാവും. ഹെവി വൊളാറ്റൈലായിട്ടുള്ള മാർക്കറ്റിൽ താഴേന്ന് തൊട്ട് മുകളിൽ വരെയും പോകുന്ന അവസ്ഥകൾ ഉണ്ടാവും. മിനിഞ്ഞാന്നൊരു ദിവസം ഇതേപോലെ ഉണ്ടായിരുന്നു. ദെൻ അപ്പോൾ എക്സ്പെക്റ്റിംഗ് റേഞ്ച് എന്താണെന്ന് മനസ്സിലായി. ഒന്നുകിൽ മുകളിലോട്ട് മാർക്കറ്റ്, നാളെ എവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ആവുക എന്നുള്ളത് നമുക്ക് ഇന്ന് പറയാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരിക്കും. ചിലപ്പം ബുള്ളിഷ് മൂവ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ബെയറിഷ് മൂവ്മെൻ്റ് ആയിരിക്കും. എങ്ങനെ പോയാലും രണ്ടിൽ ഏതെങ്കിലും ഒന്നിൽ മാർക്കറ്റ് നിൽക്കും. അതിലധികം കൂടുതൽ പോവാറില്ല. അപ്പോൾ താഴോട്ട് പോകുന്ന മാർക്കറ്റാണ് 22,292 എത്തുമ്പോൾ അവിടെ നിൽക്കും, അല്ലെങ്കിൽ മുകളിലോട്ട് പോകുന്നതാണെങ്കിൽ 22,548 എത്തുമ്പോൾ അവിടെ നിൽക്കും. അവിടെ നിന്ന് അധികം അങ്ങോട്ടും പോവാറില്ല. സോ നെക്സ്റ്റ് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടാവും. BO എന്ന് പറഞ്ഞ 2 ലെവൽസ്. BO എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഔട്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. BD എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ, താഴോട്ട്. ഇവിടുന്ന് ഈ BO കട്ട് ചെയ്ത് മുകളിലോട്ട് കയറുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് അവിടുന്ന് ഫർദർ മുകളിലോട്ട് പോകും. R1 എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് 1 ഒരു ഫസ്റ്റ് ടാർഗറ്റ്, R2 സെക്കൻഡ് ടാർഗറ്റ്, R3 തേർഡ് ടാർഗറ്റ്. ഒരു ദിവസം ഈ 3 ടാർഗറ്റ് ഒന്നും മാർക്കറ്റ് എത്തില്ല. അതിന് മുൻപേ തന്നെ മാർക്കറ്റ് ടൈം അവസാനിച്ച് പോകും. ഇനി ഈ BD എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ, അവിടുന്ന് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ S1 ടാർഗറ്റ് 1, S2 ടാർഗറ്റ് 2, S3 മീൻസ് ടാർഗറ്റ് 3, 3 ടാർഗറ്റ് താഴോട്ടുള്ളതും ഉണ്ട്. അപ്പോൾ ഈ BOൻ്റെയും BDയുടെയും ഇടയിലുള്ള ഒരു സ്പേസ് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ചാർട്ടിൽ കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു സ്പേസിനെ നമ്മൾ നോ ട്രേഡ് സോൺ എന്നാണ് വിളിക്കാറുള്ളത്. എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു ഭയങ്കര കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്ന ഒരു സോണാണ്. ഈ 2 ലൈൻ ഇപ്പോൾ 22,506-ൻ്റെയും 517-ൻ്റെയും ഇടയിൽ ഒരു 11 പോയിൻറ്റിൻ്റെ ഒരു ചെറിയൊരു ഗ്യാപ്പാണ്. ആ ഗ്യാപ്പിൻ്റെ ഇടയിൽ മാർക്കറ്റ് നോർമലി മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന മാർക്കറ്റാണെങ്കിൽ ആ ഗ്യാപ്പിലേക്ക് വന്ന് ഇറങ്ങിയ ഉടനെ തന്നെ തിരിച്ച് മുകളിലോട്ട് പോകും, അല്ലെങ്കിൽ ഫർദർ താഴോട്ട് പോകും. അവിടെ എപ്പോഴും ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും ഈ BOൻ്റെയും BDയുടെയും ഇടയിലുള്ള സോൺ. അതിനെ നമ്മൾ എന്താ പറയുക, സർക്കിൾ ഓഫ് കൺഫ്യൂഷൻ എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ നമ്മൾ നോ ട്രേഡ് സോൺ. അതിൻ്റെ അകത്ത് വെച്ച് നമ്മൾ ട്രേഡ് എടുക്കില്ല. അത് ഇവിടുന്ന് മുകളിലോട്ട് പോയി ഈ മുകളിലോട്ടുള്ള 22,500 അല്ലെങ്കിൽ BO ലൈനെ കട്ട് ചെയ്തിട്ട് മുകളിലോട്ട് കയറുമ്പോൾ നമ്മൾ എൻട്രി എടുക്കും, അല്ലെങ്കിൽ BD ലൈൻ
ലൈനിനെ കട്ട് ചെയ്തിട്ട് താഴോട്ട് ഇറങ്ങുമ്പോഴും നമ്മൾ എൻട്രി എടുക്കും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അടുത്ത ടാർഗറ്റ് ഏതായിരിക്കും? താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ S1 ആയിരിക്കും സപ്പോർട്ട്, ഒരു നെക്സ്റ്റ് ടാർഗറ്റ്. അല്ലെങ്കിൽ മുകളിലോട്ട് കയറുന്ന മാർക്കറ്റിൽ R1 ആയിരിക്കും നെക്സ്റ്റ് ടാർഗറ്റ്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ റേഞ്ചിൻ്റെ പുറത്തേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. ഇത് നമ്പേഴ്സ് കാണുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ് ആവുന്നുണ്ടാവും. ഇപ്പോൾ ഞാൻ ചാർട്ടിലേക്ക് എത്തുമ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു കൃത്യമായ ധാരണ കിട്ടും. ദെൻ CPR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ പിവോട്ട് റേഞ്ച്, അതിപ്പോൾ ട്രേഡിംഗ് വ്യൂ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് അറിയാം. അതിൻ്റെ വാല്യൂസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ BC എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ബോട്ടം CPR, പിവോട്ട് P, TC എന്ന് പറഞ്ഞാൽ ടോപ്പ് CPR. ഈ 3 ലെവൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ദെൻ ഇവിടെ യെസ്റ്റർഡേ, ഇന്നലത്തെ ഡേ ഹൈയും ഡേ ലോയും, ഈ ഇതിൽ തന്നിരിക്കുന്ന എല്ലാ നമ്പേഴ്സും നിങ്ങൾക്ക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ടായിട്ട് ഇത് ആക്ട് ചെയ്യുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക മാർക്കറ്റ് അവേഴ്സിൽ. സോ ഇത്രയും നമ്പേഴ്സ് നിങ്ങൾ കെയർഫുള്ളായിട്ട് അതിനെ കരുതി വയ്ക്കണം, വരച്ചിടണം, ഒക്കെ ചെയ്യണം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ കൂടാതെ ബാങ്ക് നിഫ്റ്റിയുടെയും പിന്നെ ഫിൻ നിഫ്റ്റി, മിഡ് ക്യാപ്പ്, സെൻസെക്സ്, ബാങ്ക് എക്സ്, ഇത്രയും ഇൻഡെക്സുകളുടെ റാസ് ലെവൽസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ മുകളിൽ കാണുന്ന ഈ ട്രേഡേഴ്സ് അരീന ഓൺലൈൻ എന്നുള്ള ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഈ ഒരു 7-7:30 ആകുമ്പോഴത്തേനും റാസ് ലെവൽസ് നാളത്തേക്കുള്ളത് കിട്ടും. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് റാസ് ലെവൽസിൻ്റെ ഈ നമ്പേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാകും, ഇന്നതാണ് എന്നൊക്കെയുള്ളത്. ഒരു മാർക്കറ്റ് മാക്സിമം പോകുക R3 മുതൽ S3 വരെയുള്ള റേഞ്ചാണ് മാക്സിമം പ്രതീക്ഷിക്കുന്നത്. അതായത് സപ്പോർട്ട് 3 മുതൽ റെസിസ്റ്റൻസ് 3 വരെയുള്ള ആ ഒരു ലെവലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ചാർട്ട് നോക്കാം, എങ്ങനെയാണ് ചാർട്ടിലിത് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഒരു ചാർട്ട്. ഇത് കഴിഞ്ഞതാണ് ഓൾറെഡി. ഇത് സെൻസെക്സിൻ്റെ കഴിഞ്ഞ ഫ്രൈഡേയിൽ ഉണ്ടായിരുന്ന സെൻസെക്സിൻ്റെ ലെവൽസാണിത്. അപ്പോൾ ഇവിടെ ഞാനിവിടെ വരച്ചതും നിങ്ങൾ വരക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും, എന്നാലും കുഴപ്പമില്ല. ഞാൻ ഇവിടെ യെല്ലോ ലൈനിൽ വരച്ചു വെച്ചിരിക്കുന്നത്, ഈ യെല്ലോ ലൈൻസിൽ വരച്ചു വെച്ചിരിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് എക്സ്പെക്റ്റിംഗ് റേഞ്ച് എന്ന് നമ്മൾ പറഞ്ഞിട്ടൊരു നമ്പർ ആദ്യം തന്നില്ലേ, ആ എക്സ്പെക്റ്റഡ് റേഞ്ചാണ് ഇവിടെ മുകളിൽ. ഹയർ സൈഡിൽ 74,755, ലോവർ സൈഡിൽ 73,924. അപ്പോൾ ലോവർ സൈഡാണ് ഇന്നലെ ടച്ച് ചെയ്തിട്ടില്ല, ഹയർ സൈഡ് ടച്ച് ചെയ്തിട്ടില്ല. പക്ഷേ പല ദിവസങ്ങളിലും ഇവിടെ നിഫ്റ്റിയുടേത് ഈ ഒരു ദിവസത്തെ നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ഇവിടുന്ന് ഡേ ലോ വന്നു, നേരെ വന്നിട്ട് ഡേ ഹൈയും കട്ട് ചെയ്തു, 2 ലെവലും അത് കട്ട് ചെയ്ത് കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ മഞ്ഞ വരയിലിട്ടിരിക്കുന്നത് എക്സ്പെക്റ്റിംഗ് ആയിട്ടുള്ള ഒരു റേഞ്ചാണ്. അപ്പോൾ 74,761 ഹൈയും 73,921 ഡേ ലോയും പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഒരു ട്രേഡിങ് നമുക്ക് സക്സസ്ഫുള്ളായി ട്രേഡ് എടുക്കാൻ പറ്റും എന്നാണ് കാണിച്ചു തരുന്നത്. സോ എക്സ്പെക്റ്റിംഗ് റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോ ട്രേഡ് സോൺ. അത് ഇവിടെ കണ്ട 74,026 BO ബ്രേക്ക് ഔട്ടാണ്, 73,994 ബ്രേക്ക് ഡൗൺ ആണ്, BDയും BOയും. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഈ ഒരു സോണിനെയാണ് നമ്മൾ നോ ട്രേഡ് സോൺ എന്ന് പറയുന്നത്. ഇവിടെ വരുമ്പോൾ മാർക്കറ്റ് ഇതേപോലെ പവർഫുള്ളായി വീണിട്ടില്ലെങ്കിൽ അതിനകത്ത് മാർക്കറ്റ് തിരിച്ചു കയറിപ്പോവും. അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. ഇപ്പോൾ മറ്റുള്ള ഇതുണ്ടല്ലേ, ഇതേപോലെ ഇവിടെ നിന്ന് മാർക്കറ്റ് പെട്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അത് മാറി തല തിരിഞ്ഞു പോകും. ചിലപ്പം ആ പോകുന്ന അതേ ഡയറക്ഷനിൽ തന്നെ പോകും, അല്ലെങ്കിൽ അവിടെ നിന്ന് തിരിഞ്ഞു പോകും. ഇത് സ്വാഭാവികമായിട്ട് ഇവിടെ എത്തുമ്പോൾ സാധാരണയായിട്ട് സംഭവിക്കുന്നവരെയാണ്. സോ ഈ നോ ട്രേഡ് സോണിൽ BO ലൈൻ്റെയും BD ലൈൻ്റെയും ഇടയിലുള്ള ആ സ്ഥലത്ത് നമ്മൾ ട്രേഡ് എടുക്കാറില്ല. അവിടെ നിന്ന് ഒന്നുകിൽ BD ലൈനിനെ കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങണം, അല്ലെങ്കിൽ BO ലൈനെ കട്ട് ചെയ്ത് മുകളിലോട്ട് കയറണം. ഇനി ഇവിടെ നിങ്ങൾക്ക് നീല വരകൾ കാണുന്നുണ്ടാവും, ഇത് CPR വരച്ചിട്ടതാണ്. ഇതെല്ലാം മാനുവലി ആണ് വരക്കുന്നത്. ഇപ്പം കാണിച്ചു തരാം എങ്ങനെയാണ് വരക്കേണ്ടത് എന്നുള്ളത്. സോ ഇവിടെ 3 CPRൻ്റെ 3 ലൈൻസ് ഉണ്ട്, 74,247, 74,155 3 ലൈൻസ് ഇവിടെ വരച്ചിട്ടുണ്ട്. CPR വരച്ചു, പ്രതീക്ഷിക്കുന്ന ഡേ ഹൈ ഡേ ലോ വരച്ചു, അതേപോലെ ബ്രേക്ക് ഔട്ട് ബ്രേക്ക് ഡൗൺ വരച്ചു. അതിൻ്റെ ഇടയിലുള്ള സോണിനെയാണ് നോ ട്രേഡ് സോൺ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ച് എൻട്രി എടുക്കരുത്, കട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് എൻട്രി എടുക്കുക. എൻട്രി എടുക്കുന്ന കൃത്യമായിട്ടും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, പറ്റുമെങ്കിൽ ഞാൻ ഇതിലും കൂടി എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. ദെൻ ഇവിടെ പച്ച വര കാണുന്നുണ്ടാവും നമുക്ക്, ഗ്രീൻ കളറിൽ 73,556. അത് യെസ്റ്റർഡേ ലോയാണ്, ഇന്നലെ ഈ ട്രേഡ് ചെയ്തതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസത്തെ ലോയും അന്നേ ദിവസത്തെ ഹൈയും ആണ് മാർക്കറ്റിൽ ഈ ഗ്രീൻ കളറിൽ. വൈ ഡേ ഹൈ വൈ ഡേ ലോ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കാണുന്നുണ്ടാവും റാസ് ലെവൽസ്. അതാണ് ഈ പച്ച വരയിൽ വരച്ചിട്ടിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഈ മാർക്കറ്റിൽ, ലൈവ് മാർക്കറ്റിൽ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ലെവൽസാണ്. ഏകദേശം ഒരു ബേസിക് ഐഡിയ ഉള്ള ആൾക്കാർക്ക് ഇപ്പം സംഭവം മനസ്സിലായിട്ടുണ്ടാവും.
ഇതിനകത്ത് റാസ് ലെവൽസിൽ പ്രധാനമായിട്ട് ഞങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഈ ബ്രേക്ക് ഔട്ടും ബ്രേക്ക് ഡൗണും അതേപോലെ ഈ R1 അല്ലെങ്കിൽ S1 ഒരു ഗ്യാപ്പ് മാത്രമാണ്. ബാക്കിയുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവാറാണ് പതിവ്. ഇനി നമുക്ക് റാസ് ലെവൽസ് കിട്ടി, അത് നമുക്ക് വരച്ചിട്ട് സേവ് ചെയ്യണം എന്ന് കരുതുക. വരച്ചിടണം. ഇത് ഇൻഡിക്കേറ്റർ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നേരെ ഇൻഡിക്കേറ്റർ പോയിട്ട് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടും. ഇത് മാനുവൽ പിവട്ട് ആയതുകൊണ്ട് തന്നെ, മാനുവൽ കാൽക്കുലേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇൻഡിക്കേറ്ററിൽ ഇത് വർക്ക് ചെയ്യില്ല, കോഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഇൻഡിക്കേറ്ററിൽ വരക്കേണ്ടത് നോക്കാം. ഇതിപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ടാണ്. തിങ്കളാഴ്ചത്തേക്ക് വരുന്ന നിഫ്റ്റിയുടെ ചാർട്ട്. ഇത് ട്രേഡിംഗ് വ്യൂവിൻ്റെ സെറോദയുടെ ട്രേഡിംഗ് വ്യൂ 2 എന്നുള്ള ഒരു വേർഷനാണിത്. ഇപ്പോൾ പുതുതായിട്ട് ഏപ്രിൽ മാസത്തിൽ ട്രേഡിംഗ് വ്യൂ 1 പോകും തോന്നുന്നു. അപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു ട്രേഡിംഗ് വ്യൂ 2 എനേബിൾ ചെയ്യണം. അത് എങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് അറിയാത്തവർക്ക് ഇവിടെ നേരെ സെറ്റിങ്സിൽ പോയിട്ട് മൈ പ്രൊഫൈൽ എന്നുള്ള അതിനകത്ത് പോവുക. മൈ പ്രൊഫൈലിൽ പോയിട്ട് ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ ചാർട്ട് ഐ ക്യൂ വ്യൂ 2 ട്രേഡിംഗ് വ്യൂ എന്നുണ്ടാവും. പിന്നെ ഈ കറുത്ത സ്ക്രീൻ എങ്ങനെയാണ് വന്നതെന്ന് ചോദിക്കുന്നവരോട് ഇവിടെ തന്നെ തീം എന്നുള്ളതിൽ ഡിഫോൾട്ട് ഉണ്ടാവും, ഡാർക്ക് ഉണ്ടാവും. അതിൽ ഡാർക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നവും തീർന്നു. ഓൾറൈറ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ സെറ്റിങ്സിൽ നിങ്ങളുടെ എന്താ പറയുക സെറോദയുടെ സെറ്റിങ്സിലാണ് ഇത് മാറ്റേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇനി എങ്ങനെയാണ് ചാർട്ട് വരച്ചിടുന്നത് നോക്കാം. ഞാൻ ആദ്യമായിട്ട് ഈ വരച്ചിട്ടിരിക്കുന്ന എല്ലാ ലൈൻസും ഒറ്റ ക്ലിക്കിൽ ഡിലീറ്റ് ചെയ്യണം. ഇതായി ലെഫ്റ്റ് സൈഡിലുള്ള റിമൂവ് 15 ഡ്രോയിങ്സ്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാം പോയി. ഇനി എൻ്റെ മുന്നിൽ എനിക്ക് നോക്കേണ്ടത് ഇതിനകത്ത് ട്രേഡേഴ്സ് അരീന ഓൺലൈൻ എന്നുള്ള ടെലിഗ്രാം ചാനലിൽ വന്നിരിക്കുന്ന ആ ഡാറ്റ എടുത്തിട്ട് എനിക്കിവിടെ ലൈൻസ് ആക്കി മാറ്റണം. അപ്പോൾ അതിന് ആദ്യമായിട്ട് ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പ് ചാനൽ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ ഞാൻ അത് ചെറിയ സ്ക്രീൻ, ഇപ്പം ഞാൻ കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മൊബൈലിലായാലും ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. മൊബൈൽ കുറച്ചുകൂടെ കോംപ്ലിക്കേഷനാണ്. അപ്പോൾ പ്രോപ്പർലി അനലൈസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ കമ്പ്യൂട്ടറാണ്. ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഇരുന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടെൻഷനും കുറവായിരിക്കും, അതേപോലെ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങളുടെ പരിപാടികൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ റാസ് ലെവൽസ്, ഇത് ഇന്നലെ പോസ്റ്റ് ചെയ്ത റാസ് ലെവൽസ് ഞാൻ ഇവിടെ നിഫ്റ്റിയുടെ റാസ് ലെവൽസ് കണ്ടു. അപ്പോൾ നിഫ്റ്റി ഇവിടെ ഫസ്റ്റ് നമ്പർ 22,292 അത് കോപ്പി ചെയ്യാൻ വേണ്ടി അതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആ നമ്പർ സെലക്ട് ചെയ്യും. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ടെക്സ്റ്റ് എന്ന് ഇവിടെ ഉണ്ടാവും. കോപ്പി സെലക്റ്റഡ് ടെക്സ്റ്റ് അല്ലെങ്കിൽ Ctrl+C അടിച്ചാലും മതി കേട്ടോ. അതൊന്നും വലിയൊരു സംഭവമല്ല. നേരെ ഇവിടെ നമ്മുടെ ട്രേഡിംഗ് വ്യൂയിലേക്ക് വരിക. ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞാൽ സെറോദയുടെ ട്രേഡിംഗ് വ്യൂ പ്ലാറ്റ്ഫോമാണിത്. ഇവിടെ വന്നിട്ട് ഹൊറിസോണ്ടൽ ലൈൻ അല്ലെങ്കിൽ ആൾ ടച്ച് എന്ന് അടിച്ചാലും മതി, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻ എന്നുള്ളത് സെലക്ട് ചെയ്താലും മതി. ഞാനിപ്പോൾ ചെയ്തു. എന്നിട്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ലൈൻ വരും. ഗ്രീൻ കളറിലാണ് ലൈൻ വന്നിട്ടുള്ളത്. ആദ്യമായിട്ട് തന്നെ എനിക്ക് മഞ്ഞ കളറാണ്, കാരണം എക്സ്പെക്റ്റഡ് റേഞ്ച് ചെയ്യാൻ മഞ്ഞ കളറിലാണ് വരക്കാറുള്ളത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ചെയ്യാം, വലിയ തടിച്ച ലൈൻസ് ആക്കിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാണുന്നുണ്ടാവും. ഇനി നമ്മൾ കോപ്പി ചെയ്ത ആ വാല്യൂവിലേക്ക് ഈ ലൈനിനെ കൊണ്ടുവരണം. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ലൈനിൽ ഈ മൗസ് കറക്റ്റ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു ബോക്സ് ഓപ്പൺ ആയി വരും. അതിനകത്ത് സ്റ്റൈല്, ടെക്സ്റ്റ്, കോർഡിനേറ്റ്സിൽ പോവുക, സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ Ctrl+V ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ Ctrl+V പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ ഇവിടെ വന്നു. ഓക്കെ അടിക്കുമ്പോൾ കണ്ടില്ലേ, ആ സ്ഥലത്തേക്ക് ആ ലൈൻ അവിടെ പോയി നിന്നു. ദെൻ നമുക്ക് ഒരു ലൈനും കൂടി ഇടാനുണ്ട്. അതിന് മുമ്പ് ഡാറ്റ കോപ്പി ചെയ്യണം. സ്വിച്ച് ചെയ്യുക, പെട്ടെന്ന് സ്പീഡിൽ ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുക, Ctrl+C അടിക്കുക, സ്വിച്ച് ബാക്ക്. ദെൻ മുമ്പേ സെലക്ട് ചെയ്ത ഹൊറിസോണ്ടൽ ലൈൻ ആയതുകൊണ്ട് അത് അവിടെ തന്നെ ഉണ്ടാവും. ഡബിൾ ക്ലിക്ക് ചെയ്യുക, ലൈൻ വരച്ചിട്ട് ആദ്യം ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ലൈൻ വരും. ഞാനത് വേണമെങ്കിൽ ഒന്നുകൂടെ കാണിച്ചു തരാം. ഈ ലൈൻ എടുത്തു. ഫസ്റ്റ് ക്ലിക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ലൈൻ വരും. ഡബിൾ ക്ലിക്ക് ചെയ്യാൻ മുകളിൽ അപ്പോൾ ഈ ബോക്സ് ഓപ്പൺ ആയി വരും. ഒരു പ്രാവശ്യം നിങ്ങൾ കോർഡിനേറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓപ്പൺ ആകുമ്പോൾ തന്നെ വരുന്ന കോർഡിനേറ്റ്സ് ആയിരിക്കും. അവിടെ Ctrl+V അടിക്കുക, എന്നിട്ട് കോപ്പി പേസ്റ്റ് ആകുമ്പോൾ ആ ഡാറ്റ അവിടെ വന്നു. ഇപ്പോൾ നമുക്ക് എക്സ്പെക്റ്റഡ് നാളത്തെ മാർക്കറ്റ്, തിങ്കളാഴ്ചത്തേക്ക് പ്രതീക്ഷിക്കുന്ന ലെവൽസ് ഹയർ സൈഡും ലോവർ സൈഡും കിട്ടി. ഇനി നമുക്ക് പിവേർഡ്സ് വരച്ചിടണം. ഇപ്പം മുകളിൽ നിന്ന് R3 തൊട്ട് തന്നെ തുടങ്ങാം. ഇവിടുന്ന് ലൈൻ എടുക്കുക, ഡബിൾ ക്ലിക്ക് അടിക്കുക, പേസ്റ്റ് ചെയ്യുക, ഓക്കെ അടിക്കുക. ഇപ്പോൾ ഒരു കുഴപ്പമുണ്ടല്ലേ, നമുക്ക് വൈറ്റ് ലൈൻ വേണം. പിവേർഡ്സിന് നമ്മൾ ഉപയോഗിക്കുന്ന വൈറ്റ് ലൈനാണ്. സോ നമുക്ക് ഇവിടെ വൈറ്റ് ലൈൻ വേണം. അപ്പോൾ എന്താ ചെയ്യുക, ഇവിടെ ഇത് പെൻസിലിൻ്റെ അടുത്ത് കളറുണ്ട്, അതിനകത്ത് വൈറ്റോ അല്ലെങ്കിൽ ഏത് കളറായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യുക. വീണ്ടും ഗോ ബാക്ക് ടു ടെലിഗ്രാം, ഇത് കോപ്പി ചെയ്യുക, Ctrl+C, Alt ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനങ്ങൾ അങ്ങോട്ട് ഇതേപോലെ സ്വിച്ച് ചെയ്യാനുള്ള ഒരു സംഭവം കിട്ടും. ഓക്കെ, ഇതുണ്ടല്ലേ. ഇനിയിപ്പോൾ ഇതിലേക്ക് വരണമെങ്കിൽ അതങ്ങനെ Alt ടാബ് അടിച്ചു കഴിഞ്ഞാൽ അത് എളുപ്പമാണ്. എന്നിട്ട് ലൈൻ 3 പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ മതി. ഇങ്ങനെ ലൈൻ എടുക്കാൻ വേണ്ടിയിട്ട്
ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് 3 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഈ ബോക്സ് ഓപ്പൺ ആയി വരും. മറ്റൊന്നും നമ്മൾ ചെയ്യണ്ട. അപ്പോൾ എന്നിട്ട് ഇതേപോലെ സ്പീഡായിട്ട് വരച്ച് പോവുക. ഡബിൾ ക്ലിക്ക് അടിക്കുക, Ctrl+C, Alt+Tab അടിക്കുക, എന്നിട്ട് ഇവിടെ Ctrl+V അടിക്കുക, ഓക്കെ അടിക്കുക. ഇനി നിങ്ങൾ എല്ലാം ഒരൊറ്റ അടിക്ക് ഞാനിത് വരച്ച് തീർത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഈ ലെവൽസ് വരച്ചിട്ട് CPR വരക്കുമ്പോൾ കളർ മാറ്റുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പിവേർഡ്സ് വരച്ച് കഴിഞ്ഞാൽ ലെവൽസ് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വരക്കേണ്ടത് CPR ആണ്. CPRന് ഫസ്റ്റിൽ ഇവിടെ വന്നിട്ട് ഇത് മുഴുവൻ, അതായത് ഡെസിമൽ വാല്യൂ ഉണ്ടെങ്കിൽ ഇതേപോലെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവനായി കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ ഡ്രാഗ് ചെയ്തിട്ട് തന്നെ സെലക്ട് ചെയ്യണം. എന്നിട്ട് അത് കോപ്പി ചെയ്യുക, വീണ്ടും ഇവിടെ വരിക, ഹൊറിസോണ്ടൽ ലൈൻ എടുക്കുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, വാല്യൂ പേസ്റ്റ് ചെയ്യുക, ഓക്കെ അടിക്കുക. എന്നിട്ട് ഓക്കെ അടിച്ചതിന് ശേഷം ഇവിടെ വന്നിട്ട് ആ കളർ മാറ്റുക. ഇവിടെ എനിക്ക് നീല കളറിലാണ് CPR വേണ്ടത്. ഒരു പ്രാവശ്യം കളർ ലൈൻ്റെ മാറ്റിയാൽ പിന്നെ അടുത്തതിലൊക്കെ ആ ലൈൻ കളർ തന്നെ വന്നുകൊണ്ടിരിക്കും. ഒരു പ്രാവശ്യം മാറ്റേണ്ടുള്ളൂ. ഇനി ഡബിൾ ക്ലിക്ക് ചെയ്യുക, വാല്യൂ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ റാസ് ലെവൽസിൽ CPR 3 വരച്ചിട്ടുണ്ട്. എക്സ്പെക്റ്റഡ് ഡേ ഹൈ ലോ വരച്ചിട്ടുണ്ട്, ബ്രേക്ക് ഔട്ട് ബ്രേക്ക് ഡൗൺ വരച്ചിട്ടുണ്ട്, ദെൻ പിവേർഡ്സ് വരച്ചിട്ടുണ്ട്, ടാർഗറ്റ് ആൻഡ് റെസിസ്റ്റൻസ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് വരക്കാനുള്ളത്? യെസ്റ്റർഡേ ഹൈ ആൻഡ് ലോ വരക്കണം. വൈ ഡേ ഹൈ എന്ന് പറഞ്ഞാൽ യെസ്റ്റർഡേ ഹൈ ആണ് കേട്ടോ. ഹൊറിസോണ്ടൽ ലൈൻ എടുക്കുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, വാല്യൂ പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഇവിടെ കളർ മാറ്റുക. അതായത് ഏത് ലൈനിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലൈനിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് ഇവിടെ കിട്ടും. ഉണ്ടോ? ഇതിപ്പോൾ അല്ല, ഇപ്പോൾ ഈ ലൈനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി വേറൊരു ലൈനാണ് നിങ്ങൾക്ക് കളർ മാറ്റാൻ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അബദ്ധത്തിൽ പുറത്ത് ക്ലിക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ ബോക്സ് കാണില്ല, കളർ മാറ്റാനുള്ളതും ലൈനിൻ്റെ തിക്നെസ് മാറ്റാനുള്ള ബോക്സ് കാണില്ല. അപ്പോൾ ഏത് ബോക്സിലാണോ നിങ്ങൾക്ക്, ഏത് ലൈനിലാണോ മാറ്റേണ്ടത് അതിൽ കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, അപ്പോൾ ഈ ബോക്സ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ലെവൽസ് എല്ലാം തന്നെ വരച്ച് തീർന്നിട്ടുണ്ട്. റാസ് ലെവൽസ് വരച്ച് തീർന്നിട്ടുണ്ട്. ഇതിനകത്ത് നല്ലപോലെ സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ ഒരു റേഞ്ച് ഇത് കണ്ടില്ലേ, ഈ ഒരു 2 ലൈൻസ് ഇതും വളരെ അടുത്താണ് വന്നിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ നോ ട്രേഡ് സോൺ എന്ന് പറയുന്നത്. ഇത് ബ്രേക്ക് ഔട്ട് ലൈനാണ്, 22,517 ബ്രേക്ക് ഔട്ട് ലൈനാണ്. ഇതിൻ്റെ താഴെയുള്ള വെള്ള വരെയാണ് ബ്രേക്ക് ഡൗൺ ലെവൽ. ഇതിൻ്റെ ഇടയിലാണ് ഈ നോ ട്രേഡ് സോൺ. ഇതിനകത്ത് ഇടയിൽ വെച്ച് നമ്മൾ ട്രേഡ് എടുക്കില്ല. ഒന്നിലും മുകളിലോട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇവിടെ നിന്ന് എടുക്കും, അല്ലെങ്കിൽ താഴോട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ നിന്ന് എടുക്കും. അല്ലാണ്ട് ഇതിനകത്ത് വെച്ചിട്ട് ഒരു പുതിയ ഫ്രഷ് പൊസിഷൻ നമ്മൾ എടുക്കില്ല. കാരണം അത് അവിടെ നിന്ന് എങ്ങോട്ടാണ് മാർക്കറ്റ് പോകാന്നുള്ളത് അൺപ്രഡിക്റ്റബിൾ ആണ്. അതൊരു കയ്യാലപ്പുറത്ത് കയറുന്ന ഒരവസ്ഥയാണ്. അങ്ങോട്ടും വീഴാം, ഇങ്ങോട്ടും വീഴാം. അതുകൊണ്ടാണ് അവിടെ നിന്ന് എടുക്കരുത് എന്ന് പറയുന്നത്. ഇനി ഇവിടെ CPR നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നീല വര നോ ട്രേഡ് സോണിൻ്റെ താഴെയാണ്. നോർമലി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നോ ട്രേഡ് സോണിൻ്റെ താഴെ CPR വന്നു കഴിഞ്ഞാൽ ഇന്ന് മാർക്കറ്റ് താഴോട്ട് പോകും എന്നാണ്. ഇവിടെ മറ്റൊരു സംഭവം കൂടി നമ്മൾ നോക്കണം. ഇതിൻ്റെ എങ്ങനെയാണ് മാർക്കറ്റ് പ്രവചിക്കേണ്ടതെന്നുള്ളതും കൂടെ ഞാൻ ഇപ്പോൾ ഒന്ന് പറഞ്ഞു തരാം. ഇന്നലത്തെ ഡേ ഹൈ ആണ് ഈ പച്ച വര മുകളിലുള്ളത്. അതിൻ്റെ താഴെയാണ് നാളെ വരും, തിങ്കളാഴ്ച വരും എന്ന് പ്രതീക്ഷിക്കുന്ന മഞ്ഞ വരകൾ അതിൻ്റെ താഴെയാണ്. ദാറ്റ് മീൻസ് ഇന്നലത്തെ ഡേ ഹൈനേക്കാളും താഴെയായിരിക്കും നാളത്തെ ഡേ ഹൈ വരിക എന്നാണ് റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത് കേട്ടോ. മറ്റൊന്നുമല്ല, ഇതിന് ആക്യുറസി 100% ഉണ്ടാവും എന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. ഇനി നെക്സ്റ്റ് ഇന്നലത്തെ ഡേ ലോനേക്കാളും താഴെയായിരിക്കും നാളത്തെ ഡേ ലോ എന്നാണ് റാസ് ലെവൽസ് പറയുന്നത്. സോ ഡേ ഹൈ ഇന്നലത്തേനേക്കാളും താഴെയായിരിക്കും, ഡേ ലോയും ഇന്നലത്തേനേക്കാളും താഴെയാണ്. ദാറ്റ് മീൻസ് ഒരു ബെയറിഷ് മൂവ്മെൻറ്റ് തരും എന്നാണ് മാർക്കറ്റ് പറയുന്നത്. ഇനി CPR നോ ട്രേഡ് സോണും തമ്മിലുള്ള കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്, നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ ഒരു 100% പ്രോഫിറ്റ് ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് ഈ ട്രേഡ് സോണിൻ്റെ അകത്ത് നാരോ CPR വരും. നാരോ CPR എന്ന് പറഞ്ഞാൽ ഈ 3 ലൈൻസ് തമ്മിലുള്ള അന്തരം 10 പോയിന്റിൽ താഴെയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ 22,502 ഇപ്പോൾ ടോപ്പ് CPR ഉള്ളത്. ഒരു 505 500 3 CPR ലൈൻസും ഈ റാസ് ലെവൽസിൻ്റെ എക്സാക്ട്ലി സെൻറ്ററിൽ കയറി വരികയാണെങ്കിൽ അന്ന് അപാരമായ മാർക്കറ്റ് മൂവ്മെൻ്റ് ആയിരിക്കുന്നു. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഏത് ദിവസം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ റെഡി ആയിക്കോളൂ. മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നുള്ളത് നമുക്ക് ഒരിക്കലും മുൻകൂട്ടി പറയാൻ പറ്റില്ല. ഇത് റാസ് ലെവൽസ് നമ്മളോട് താഴോട്ട് പറഞ്ഞാലും ചിലപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് കയറി പോവുകയും ചെയ്യും. അപ്പോൾ ഹെവി ആയിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടണമെങ്കിൽ നോ ട്രേഡ് സോണിൻ്റെ അകത്ത് നാരോ CPR കിട്ടണം. നാരോ CPR എന്ന് പറഞ്ഞാൽ ഈ 3 ലൈൻസ് 3 നീലവരകൾ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 10 പോയിന്റിൽ താഴെ ആയിരിക്കണം. അങ്ങനെയുള്ളൊരു CPR നോ ട്രേഡ് സോണിൻ്റെ അകത്ത് സെൻട്രലൈസ് ആയിട്ട് തന്നെ കിട്ടുകയാണെങ്കിൽ അപാരമായ മൂവ്മെൻ്റ് ആയിരുന്നു. അതായത് ഈ മഞ്ഞ വര ഉണ്ടല്ലോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഹൈയും ലോയും അത് ഫുള്ളായിട്ട് അത് ടച്ച് ചെയ്ത് തരും. ഇത്രയും വലിയ മൂവ്മെൻറ്റ്, ചിലപ്പോൾ 1-2 പ്രാവശ്യം അപ്പ് ഡൗൺ മൂവ്മെൻ്റ് അത് തരും. അപ്പോൾ അങ്ങനെ ഒരു റാസ് ലെവൽസ് ആണ് ഉള്ളതെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ ടച്ച് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ്, ഹെവി ആയിട്ടുള്ള മൂവ്മെൻറ്റ് തരും. ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ഒട്ടുമിക്ക ദിവസങ്ങളിലും അതായത് നല്ല റാലി അല്ലെങ്കിൽ ഇതൊക്കെയുള്ള ദിവസങ്ങളിൽ അങ്ങനെ കിട്ടാറുണ്ട്. അതുപോലെ സെൻസെക്സിലൊക്കെ വലിയ ഇൻഡെക്സ് അല്ലേ അത്. സോ അത് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്?
അപ്പോൾ ഈ സെൻട്രൽ കിട്ടുന്ന ദിവസം നോക്കിക്കോളുക. അതേപോലെ നാരോ CPR, പിന്നെ നമ്മൾ CPR ആയിട്ട് CPRൻ്റെ ഒരു ക്ലാസ് തന്നെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. എന്നാലും പറയാണ് CPRനെ പ്രൈസ് ആക്ഷൻ ക്രോസ് ചെയ്താൽ അതിൽ വലിയ സംഭവങ്ങളൊന്നുമില്ല, അത് നോർമലി. പക്ഷേ ഏതെങ്കിലും ഒരു ദിവസം CPRനെ പ്രൈസ് ആക്ഷൻ ക്രോസ് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിർജിൻ CPR എന്നാണ് പറയുക. അതിനെ തൊട്ടിട്ടില്ല ആരും. അപ്പം വിർജിൻ CPR എന്ന് പറയും. വിർജിൻ CPR ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ നാളത്തേക്ക് മാർക്കറ്റിൽ നല്ല മൂവ്മെൻറ്റ് കിട്ടും. നാളെ അല്ലെങ്കിൽ നെക്സ്റ്റ് ട്രേഡിംഗ് ഡേയിൽ നല്ല മൂവ്മെൻറ്റ് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കാറുള്ളത്. അതുപോലെ ഇന്ന് വിർജിൻ CPR, അതായത് ഇന്നത്തെ പ്രൈസ് ആക്ഷൻ CPRന്, അത് ഏത് CPR, നാരോ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അതിനെ പ്രൈസ് ആക്ഷൻ തൊട്ടിട്ടില്ല. നാളത്തേക്ക് നാരോ CPR എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, 3 ലൈൻസും തമ്മിലുള്ള ഗ്യാപ്പ് 10 പോയിന്റിൽ താഴെ. അപ്പോൾ നാളേക്ക് നാരോ CPR ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂസിൽ കിട്ടുന്നതെങ്കിൽ പ്രതീക്ഷിച്ചോളുന്ന അപാരമായ മൂവ്മെൻ്റ് ആയിരിക്കും ആ ദിവസം ഉണ്ടാവുക. അത് വിത്തിൻ 3 days ആണ് നോർമലി കാണാറുള്ളത്. പക്ഷേ എന്നാലും ഒട്ടുമിക്ക അവസരങ്ങളിലും ഇന്ന് വിർജിൻ CPR നാളെ നാരോ CPR കണ്ടാൽ നാളെ അടിച്ച് തകർത്ത് പോയിട്ടുണ്ടാകും. ഏത് ഭാഗത്തോട്ട് പോകും എന്നുള്ളത് മുൻകൂട്ടി പറയാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കേണ്ടത് ഈ നോ ട്രേഡ് സോണിൻ്റെ ഇടയിൽ നാരോ CPR വരുന്നുണ്ടെങ്കിൽ അപാരമായ മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റിൽ കിട്ടുക. റൈറ്റ്. അപ്പോൾ ഇത്രയൊക്കെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. റാസ് ലെവൽസിൻ്റെ കഥകൾ ഞാനൊരു വിധം പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഒത്തിരി വരകൾ ഇവിടെ ഇട്ടു. നോർമലി ഈ സ്ക്രീൻ ക്ലോസ് ചെയ്താൽ ഇതങ്ങ് പോകും. നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത് സേവ് ചെയ്ത് വെക്കണം നാളത്തേക്ക്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ക്രീനിൻ്റെ വലതുവശത്ത്, ഇതൊക്കെ മൊബൈലിൽ എവിടെയാണ് ഈ സെറ്റ്, എനിക്ക് മൊബൈലിൽ കണ്ണ് ഇത്രയും ഫോക്കസ് ചെയ്തിട്ട് ചെറിയ സ്ക്രീനിൽ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കമ്പ്യൂട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് ഏറ്റവും വലതുവശത്തേക്ക് വന്ന സെറ്റിങ്സിൻ്റെ അടുത്തായിട്ട് ഒരു ഡൗൺ ആരോ കാണും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സേവ് ലേ ഔട്ട് എന്നുണ്ടാവും. ഇതേപോലെ ഒരു ഇത് നിങ്ങൾക്ക് വരും. അതായത് റാസ് ലെവൽസ് എല്ലാം വരച്ചെല്ലാം കഴിഞ്ഞിട്ട് മുകളിൽ സേവ് ലേ ഔട്ട് എന്ന് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് വരും. ഇവിടെ എന്താണ്, ഇതിപ്പോൾ നിഫ്റ്റിയുടേതാണ് ഞാൻ വരച്ച് വെച്ചിട്ടുള്ളത്. സോ നിഫ്റ്റി എന്നുള്ള ഒരു പേര് കൊടുത്തിട്ട് ഇവിടെ സേവ് എന്നടിക്കുക. ഞാൻ ഓൾറെഡി അത് സേവ് ചെയ്തുകൊണ്ട് ഞാനത് വീണ്ടും വീണ്ടും സേവ് ചെയ്യുന്നില്ല. ഞാനത് ക്യാൻസൽ ചെയ്തു. ഓൾറെഡി ഇവിടെ കണ്ടില്ലേ നിഫ്റ്റി എന്നുള്ള പേര് ഇപ്പോൾ ഓൾറെഡി കാണിക്കുന്നുണ്ട്. അതിൽ ടച്ച് ചെയ്താൽ സേവ് ആയിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ എന്തെങ്കിലും ഒരു ലൈൻസ് അഡീഷണലി മാർക്ക് ചെയ്തോ അല്ലെങ്കിൽ മാറ്റണോ, അല്ലെങ്കിൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ അഡീഷണലി ഇടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അത് ഇട്ടിട്ട് ഇവിടെ ഈ നിഫ്റ്റിയിലൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ഓപ്പണായി വരും. ഇനി നമുക്ക് നോക്കേണ്ടത് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ചാർട്ടിലേക്ക്, നമ്മൾ ഇപ്പോൾ സേവ് ചെയ്തു എല്ലാം ക്ലോസ് ചെയ്ത് നമ്മൾ വീട്ടിൽ പോയി നാളെ രാവിലെ വന്ന് കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ചാർട്ടായിരിക്കും നമുക്ക് കിട്ടുക അല്ലേ. ഈ ഒരു ചാർട്ടിനകത്ത് ഈ സേവിൻ്റെ അടുത്ത് തന്നെ കാണും ഒരു ലോഡ് ലേ ഔട്ട് കണ്ടോ. ഈ ലോഡ് ലേ ഔട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ സേവ് ചെയ്തത് ഏറ്റവും മുകളിലായിട്ടും ഒരു 10 നമുക്ക് ഇതിനകത്ത് സേവ് ചെയ്യാൻ പറ്റുക. സോ 10 5 ഇൻഡെക്സുകളുണ്ട്. 5 ഇൻഡെക്സ് പ്ലസ് ഒരു കോമൺ ഫിനാൻഷ്യൽ ഇൻഡെക്സുകളുടെ ഒരു ഗ്രൂപ്പും അതേപോലെ മറ്റ് മെയിൻ ഇൻഡെക്സുകളുടെ മറ്റൊരു ഗ്രൂപ്പുമായിട്ട് ഞാൻ 7 ഇവിടെ ഉപയോഗിക്കുന്നുള്ളത്. അപ്പം ഇവിടെ നമുക്ക് നിഫ്റ്റി എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നമ്മൾ സേവ് ചെയ്തത് ആസ് ഇറ്റ് ഈസ് ലോഡായി വന്നു. അപ്പോൾ നമ്മൾ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ലോഡ് ചെയ്യുക. എന്നിട്ട് മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു അതിനനുസരിച്ച് മാർക്കറ്റിലുള്ള ലെവൽസ് ഇപ്പോൾ ഇവിടെ നിന്ന് നോ ട്രേഡ് സോണിൻ്റെ താഴെ വെച്ചിട്ട് മുകളിലോട്ട് പോകുന്ന മാർക്കറ്റിൽ നോർമലി എൻട്രി എടുക്കാറില്ല. നോ ട്രേഡ് സോണിനെ കട്ട് ചെയ്ത് മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിലാണ് ഒരു കോൾ സൈഡിലേക്ക് എൻട്രി എടുക്കുക. ഇനി ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ നോർമലി ട്രേഡ് ഒഴിവാക്കാറാണ് പതിവ്. ഇവിടെ നിന്ന് മാർക്കറ്റ് ബെയറിഷ് മൂവ്മെൻറ്റ് തരുമ്പോഴാണ് നമുക്ക് എപ്പോഴും ട്രേഡ് എടുക്കാൻ പറ്റുക. നോ ട്രേഡ് സോണിൻ്റെ താഴെയാണെങ്കിൽ ബെയറിഷ് മൂവ്മെൻറ്റിൽ ട്രേഡ് എടുക്കാം. നോ ട്രേഡ് സോണിൻ്റെ മുകളിലാണെങ്കിൽ ബുള്ളിഷ് മോഡിൽ ട്രേഡ് എടുക്കാം. ഇതിൻ്റെ ഇടയിൽ വെച്ച് വിരോധാഭാസത്തിൽ ട്രേഡ് എടുക്കാതിരിക്കുന്നതാണ് സേഫ്. പക്ഷേ എടുക്കുന്നതിൽ റിസ്ക് എടുക്കാൻ തയ്യാറായവർക്ക്, അല്ലെങ്കിൽ ഫിനാൻഷ്യലി അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് മാനേജ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഈസി ആയിട്ട് താഴെ നിന്ന് മുകളിലോട്ട് എടുക്കാം. കാരണം ഇവിടുന്ന് ഈ ഒരു ലെവൽ കട്ട് ചെയ്ത് മുകളിലോട്ട് കയറുമ്പോൾ തന്നെ അവിടെ എൻട്രി എടുക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടും. അപ്പോൾ റാസ് ലെവൽസ് പറഞ്ഞു, റാസ് ലെവൽസ് എങ്ങനെയാണ് വരയ്ക്കുക എന്ന് പറഞ്ഞു, റാസ് ലെവൽസ് എങ്ങനെയാണ് സേവ് ചെയ്യുക എന്ന് പറഞ്ഞു, റാസ് ലെവൽസ് എങ്ങനെയാണ് ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞു. റാസ് ലെവൽസ് ഉപയോഗിച്ചിട്ട് മാർക്കറ്റിനെ പ്രിഡിക്റ്റ് ചെയ്യുന്നതിൻ്റെ സിമ്പിളായിട്ട് 3-4 സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തന്നു. മാർക്കറ്റ് ഹൈ വൊളാറ്റൈൽ സൂചന തരുന്നത് നോ ട്രേഡ് സോണിൻ്റെ ഇടയിൽ നാരോ ആയിട്ടുള്ള 3 ലൈൻസ് വളരെ അടുത്തായിട്ട് വരുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അന്ന് ആ ദിവസം നല്ല മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവുക എന്നാണ്. അത് എങ്ങോട്ടാണ് എന്നില്ല, ഹൈ വൊളാറ്റൈലായിരിക്കും എന്നാണ് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് എല്ലാം തന്നെ റെസിസ്റ്റൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. CPRൻ്റെ ലൈൻസ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഓരോ പിവേർട്ടും ആക്ട് ചെയ്യും. നോ ട്രേഡ് സോൺ എന്ന് പറഞ്ഞാൽ ആ സോൺ തന്നെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. യെസ്റ്റർഡേ ഹൈ, യെസ്റ്റർഡേ ലോ, അതെല്ലാം തന്നെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സംഭവങ്ങളാണ്. സോ അത് പ്രത്യേകം ഓർത്തുകൊണ്ട് തന്നെ ഈ ഒരു ലെവൽസ് ഉപയോഗിച്ച്
ട്രേഡ് ചെയ്യുക. മിക്ക കേസുകളിലും ഇത് നമുക്ക് മാർക്കറ്റ് ഈ ലെവൽസിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതിന് അനുസരിച്ച് മാർക്കറ്റ് മൂവ്മെൻറ്റ് കിട്ടാറുണ്ട്. സോ ഇനിയും അങ്ങനെ തന്നെ പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്ന് വെച്ച് ഒരു ഇൻഡിക്കേറ്ററിനെയോ ഒരു പിവട്ടിനെയോ ഒരാളുടെ പ്രിഡിക്ഷനെയോ ഒരിക്കലും 100% വാല്യൂസിൽ നിങ്ങൾ മനസ്സിലേക്ക് എടുക്കരുത്. നിങ്ങൾ ട്രേഡിങ്ങിൽ 100% അത് അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് കരുതി ആ മുഖവിലേക്ക് എടുക്കരുത്. ഒരു 50% പ്രാധാന്യം മാത്രമേ അതിന് കൊടുക്കാൻ പാടുള്ളൂ. മറ്റുള്ളവർ കൊടുക്കുന്ന എല്ലാവരും കൂടി പറയുന്നത് ഒരു 50% നിങ്ങളുടെ മനസ്സ് കൊടുക്കുക, ബാക്കി 50% നിങ്ങളുടേതായ തീരുമാനങ്ങളുമായിട്ട് അങ്ങനെ ഒരു ഫൈനൽ ഡിസിഷനിലെത്തുക, എന്നിട്ട് ട്രേഡ് ചെയ്യുക എന്നേ ഉള്ളൂ. അപ്പോൾ ലെവൽസ് കിട്ടി, ലെവൽസ് സേവ് ചെയ്യാനും ലോഡ് ചെയ്യാനൊക്കെ പഠിച്ചു. ഇനി എങ്ങനെയാണ് എൻട്രി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് 5 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമാണ്. ഇനിയിപ്പോൾ ഇത് ഓഫ് മാർക്കറ്റിൽ ട്രേഡിങ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കരയിലിരുന്നിട്ട് നീന്തൽ പഠിപ്പിക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. എങ്കിൽ കൂടി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങൾ ലൈവ് മാർക്കറ്റിലൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. ഇവിടെ എവിടെയെങ്കിലും ഓക്കെ, ഇത് ഇവിടെ ഒരു എൻട്രി ഓപ്പൺ ആയ ഉടനെ തന്നെ വരുന്നുണ്ട്. ഇവിടെ മാർക്കറ്റ് മോർണിംഗിൽ ഓപ്പണായി, നമ്മളത് നോക്കുന്നില്ല. നമുക്ക് ഒന്നുകിൽ ഇപ്പോൾ താഴോട്ട് ഇന്ന് ഡേ ലോ വരും എന്ന് പറഞ്ഞ ലെവലാണ് ഇതല്ലേ, അതായത് തിങ്കളാഴ്ച ഡേ ലോ വരും എന്ന് പറയുന്ന ലെവലാണ്. ഇതിപ്പോൾ ഒരു ഇമാജിനറി ആയിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഫർദർ താഴോട്ടുള്ള എൻട്രി നോക്കണോ? വേണ്ടല്ലോ. എന്തുകൊണ്ടാണ്? റാസൽ ലോയ്സ് നമ്മളോട് പറഞ്ഞ മാക്സിമം പോയാലും ഈ താഴെ 22,292 സ്റ്റോപ്പ് ആവും. അവിടെ നിന്ന് പിന്നെ മുകളിലോട്ടേ ഉണ്ടാവുള്ളൂ എന്നാണ്. മാർക്കറ്റ് ചിലപ്പോൾ പൊട്ടി താഴെ പോവുകയൊക്കെ ചെയ്യും. വലിയ ബാഡ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് പോവും. പക്ഷേ നമുക്കൊരു പ്രതീക്ഷിക്കാൻ പറ്റുന്ന ലോവർ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ നമ്മൾ താഴോട്ട് പുട്ട് സൈഡിലേക്കുള്ള എൻട്രി നമ്മളെ മനസ്സിലേക്ക് വരുന്നേ ഇല്ല. സോ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് കയറുന്നുണ്ട്. മുകളിലോട്ട് കയറുമ്പോൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? യെസ്റ്റർഡേ ലോ ആണ് ഈ കാണുന്നത്. യെസ്റ്റർഡേ ലോയിൽ നമ്മളൊരു ടാർഗറ്റ് ലെവലിൽ അതിനെ പ്രതീക്ഷിക്കില്ല, അതൊരു എൻട്രി പോയിന്റ് ആയിട്ട് അതിനെ നമ്മൾ കണക്ക് കൂട്ടാറില്ല. അപ്പോൾ ഇവിടെ റാസ് ലെവലിൻ്റെ S3 ആണ് ഈ കിടക്കുന്നത്. S3 ഈ ഒരു പോയിന്റ് S3. ഓക്കെ, S3നെ കട്ട് ചെയ്തിട്ട് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോവർ ലെവലിൽ നിന്ന് ബുള്ളിഷ് മോഡിലേക്ക് എൻട്രി എടുക്കരുത് എന്ന്. അത് ഒരുപാട് ചലഞ്ച്, അതായത് സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാവുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ റിസ്ക് എടുക്കാൻ പറ്റുന്നവർക്ക് അല്ലെങ്കിൽ അതുപോലെ മാനേജ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഈസി ആയിട്ട് എൻട്രി എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രി പോയിന്റ്, സിഗ്നൽ തരുന്ന പോയിന്റ് ഇതാണ്. ഏതാ? R3. താഴെ നിന്ന് മുകളിലോട്ട് മാർക്കറ്റ് കയറി വരികയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്കൊരു സിഗ്നൽ കിട്ടി. ഇവിടെ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഞാൻ കുറച്ചുകൂടെ സൂം ചെയ്യാം. ഇതിപ്പോൾ ഇൻഡെക്സിലാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾ സ്ട്രൈക്കിലേക്ക് എത്തുമ്പോൾ ഈ കഥകൾ ഒരല്പം വ്യത്യാസമുണ്ട്. എക്സ്പയറി ഡേയിലൊക്കെ ആണെങ്കിൽ ഈ ക്യാൻഡിലിൻ്റെ അതിന് ഇക്വലൻ്റ് ആയിട്ടായിരിക്കില്ല നിങ്ങൾക്ക് സ്ട്രൈക്കിൻ്റെ ചാർട്ടിൽ കാണുന്നത്. പ്രൈസ് വ്യത്യാസം ഉണ്ടാവും. കാരണം മെൽറ്റിംഗ് വരുമ്പോൾ ഇതിപ്പോൾ ബുള്ളിഷ് ആണെങ്കിൽ അടുത്ത സ്ട്രൈക്കിൽ ഒരു എക്സ്പയറി ഡേയിലൊക്കെ ആണെങ്കിൽ ഇവിടെ റെഡ് ക്യാൻഡിൽ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിലൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. പക്ഷേ ഇവിടെ നമ്മൾ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റിനനുസരിച്ചിട്ട് നിഫ്റ്റിയുടെ ഒന്നുകിൽ നിങ്ങൾക്ക് ക്ലോസിങ് എടുക്കാം, എൻട്രിക്ക് ഏതും നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഹൈ എടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഹൈ വെച്ച് ഫോളോ ചെയ്ത് പോകും. 5 മിനിറ്റ് ക്യാൻഡിൽ നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു ക്യാൻഡിൽ വന്നിട്ട് ഇതിനെ കട്ട് ചെയ്ത് നമ്മൾ ചാടി പിടിച്ച് എൻട്രി എടുക്കുകയല്ല ചെയ്യുന്നത്. ഇതിനെ കട്ട് ചെയ്തിട്ട് അത് ഹൈ എത്ര വരെ പോകുന്നുണ്ട് നോക്കി. അപ്പോൾ ഇവിടെ ഹൈ പോയിരിക്കുന്നത് 22,412 അപ്പോൾ ഞാൻ അവിടെ ഒരു വരയിട്ട് വയ്ക്കാം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു വരയിട്ട് വയ്ക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ എൻട്രി പോയിന്റ്. അവിടെ പിങ്ക് കളറിലോ പിങ്ക് കളറിൽ ഞാൻ ഒരു വരയിട്ട്, ഇതാണ് എൻ്റെ എൻട്രി പോയിന്റ്. ഓക്കെ, ആക്ച്വലി എൻ്റെ എൻട്രി പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ R3 ആണ്. പക്ഷേ R3യിൽ അവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുണ്ടോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്യാൻഡലിൻ്റെ ഹൈ മാർക്ക് ചെയ്ത് വെച്ചത്. സോ പിന്നെന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ കാത്തിരുന്നിട്ട് ഈ അടുത്ത ക്യാൻഡിൽ വന്നിട്ട് ഇതിൻ്റെ ഹൈ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് എൻട്രി കിട്ടി. ഇതാണ് എൻട്രി. ഓക്കെ, ഈ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? ഇമ്മീഡിയറ്റ് ആയിട്ട് എൻട്രി ആക്ടിവേഷനായി. ഇപ്പോൾ ഒരു 200 രൂപയിലോ 100 രൂപയിലോ എൻട്രി ആക്ടിവേഷനായി. ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചേക്കണം. സ്റ്റോപ്പ് ലോസിൻ്റെ തിയറി, അതിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ ഇതിൻ്റെ മുമ്പേ ഉള്ള ഭാഗങ്ങളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്റ്റോപ്പ് ലോസും വയ്ക്കുന്നവർ ട്രിഗർ പ്രൈസും തമ്മിലുള്ള ഒരു അനുപാതം ചോദിക്കാറുണ്ട്. നോർമലി അതിന് റൂൾ ഓഫ് 1% എന്ന് പറഞ്ഞിട്ട് ഒരു കാൽക്കുലേഷൻ ഉണ്ട്. 1% നിങ്ങളുടെ സ്ട്രൈക്കിൻ്റെ വാല്യൂ എത്രയാണോ, സ്ട്രൈക്കിന് ഇപ്പോൾ നിങ്ങൾക്ക് 250 രൂപയാണ് സ്ട്രൈക്കിൻ്റെ വാല്യൂ എന്ന് കരുതുക. 250 രൂപ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ട്രിഗർ പ്രൈസും തമ്മിൽ അതിൻ്റെ 1%ൻ്റെ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ 250 രൂപയുടെ 1% എന്ന് പറഞ്ഞാൽ 2.5 രൂപയാണ്. അപ്പോൾ മിനിമം ഇപ്പോൾ 100 രൂപയിൽ 250 രൂപയിൽ എൻട്രി ആണെങ്കിൽ നിങ്ങളൊരു 200 രൂപയിലാണ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നതെന്ന് കരുതുക. അപ്പോൾ 200 രൂപയിൽ നിന്ന് 2.5 രൂപയുടെ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം ട്രിഗർ പ്രൈസും തമ്മിൽ, അതായത് 1%. അപ്പോൾ 200 രൂപയിൽ നമ്മൾ ട്രിഗർ പ്രൈസ് വെച്ചു, 197 രൂപ 50 പൈസയിൽ പ്രൈസും വെച്ചു.
സോ ഈസി ആയിട്ട് അത് ഹിറ്റാവും, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ജമ്പിങ്ങിൻ്റെ ഒരു പ്രതിഭാസം അവിടെ വരാൻ സാധ്യതയുണ്ട്. അത് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? 1% ആണ്. പിന്നെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ് എമൗണ്ട് എന്ന് പറയുന്നത് പ്രൈസ് അല്ല, സ്റ്റോപ്പ് ലോസ് എമൗണ്ട് ട്രിഗർ പ്രൈസ് ആണ് സ്റ്റോപ്പ് ലോസ് എമൗണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ 100 രൂപയിൽ എൻട്രി എടുക്കുന്നു, 80 രൂപയിൽ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ 80 രൂപ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് ട്രിഗർ പ്രൈസിലാണ്. ഓക്കെ, ട്രിഗർ പ്രൈസിൽ 80ഉം അവിടുന്ന് 1% താഴെയായിട്ട്, ഇപ്പം 100 രൂപയുടെ എൻട്രിയുടെ കേസിൽ 1 രൂപ താഴെയായിട്ട്, അപ്പോൾ 79 രൂപയിൽ പ്രൈസും വയ്ക്കുക. അപ്പോൾ അതൊരു ബ്രാക്കറ്റായി 80ൻ്റെയും 79ൻ്റെയും ഇടയിൽ പ്രൈസിൻ്റെ ഒരു ലാൻഡിങ് പോയിന്റ് ഉണ്ടെങ്കിൽ, ടിക്ക് മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് അത് ട്രേഡ് എക്സിക്യൂട്ട് ആവും. അതാണ് അതിൻ്റെ ലോജിക്ക്. ഓക്കെ, ദെൻ അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് സ്റ്റോപ്പ് ലോസ് 10 രൂപയ്ക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നവരുടെ ഒരു ചോദ്യം വരും. 10 രൂപയാണെങ്കിൽ അതിന് 10 പൈസയോ അല്ലെങ്കിൽ എത്രയാണോ 1 പൈസയോ ഒരിക്കലേ വരുള്ളൂ, 1% അങ്ങനെ വെക്കാൻ പറ്റുമോ എന്നുള്ള ഒരിക്കലും പറ്റില്ല. അതിന് നിങ്ങളുടെ മനോധർമ്മം, അതൊക്കെ കോമൺ സെൻസ് ആണ്, കോമൺ സെൻസ് ഉപയോഗപ്പെടുത്തുക എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എൻട്രി കിട്ടിയത് 22,412 എൻട്രി കിട്ടി, മാർക്കറ്റ് മുകളിലോട്ട് പോയി, പിന്നെ അടുത്ത ക്യാൻഡിൽ താഴോട്ടും വന്നു. ഇവിടെ സ്റ്റോപ്പ് ലോസ് ഞാൻ പ്രതീക്ഷിക്കുന്ന സ്റ്റോപ്പ് ലോസ് 22,397 നമ്മുടെ സിഗ്നൽ ക്യാൻഡലിൻ്റെ അവിടെ. ദെൻ നമുക്ക് പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഏതാണ്? ടാർഗറ്റ് നെക്സ്റ്റ് R2 ആണ്, അതായത് സപ്പോർട്ട് 2. സപ്പോർട്ട് 2-ൽ മാർക്കറ്റ് വന്നു, സപ്പോർട്ട് 2-നും അത് പ്രോപ്പർലി കയറിപ്പോയി. 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഹൈ കട്ട് ചെയ്തിട്ട് അടുത്ത ക്യാൻഡിൽ പോകുന്നുണ്ടോ നോക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ഉള്ളത് എവിടെയാണ്? R3-ലാണ്. ഇത് R2-നെ കട്ട് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു, നമ്മൾ സ്റ്റോപ്പ് ലോസ് ഒന്നും മാറ്റിയില്ല, അവിടെ തന്നെ ഇരിക്കുകയാണ്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് ക്യാൻഡിൽ വന്നു, അത് പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ കട്ട് ചെയ്യുന്നുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് R2-ലേക്ക് മാറ്റി. ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റോപ്പ് ലോസ് ആണ്, അതിൽ നമ്മൾ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ R1 ഉണ്ട്, S1 സപ്പോർട്ട് 1 ഉണ്ട്. സപ്പോർട്ട് 1-നെ കട്ട് ചെയ്ത് ക്രോസ് ചെയ്തിട്ട് സെൻട്രൽ CPR ആണ്. സെൻട്രൽ CPR-ന് ഒരു ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. സെൻട്രൽ CPR-ൽ 66% റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഒന്നുകിൽ നിങ്ങൾക്ക് സെൻട്രൽ CPR-ലേക്ക് മാർക്കറ്റ് എത്തുന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് ബുക്ക് ചെയ്യാം പ്രോഫിറ്റ്, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് അടുപ്പിച്ച് വെക്കാം. ഇനി ഒന്നും ചെയ്തില്ല, നമ്മൾ ഈ ഫോളോ ചെയ്യുന്ന അതേ സിസ്റ്റം ഫോളോ ചെയ്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ഇവിടെയാണ് കിടക്കുന്നത്, ഈ ലൈനിൽ 22,433. സോ എന്താണ് സംഭവിക്കുക? മാർക്കറ്റ് മുകളിലോട്ട് പോയി, തേർഡ് ലൈൻ S1-നെ കട്ട് ചെയ്ത് മുകളിലോട്ട് കയറി. അപ്പോൾ നമ്മൾ നോക്കുന്ന അടുത്ത ക്യാൻഡിൽ ഇതിൻ്റെ ഹൈ കട്ട് ചെയ്യുന്നുണ്ടോ എന്നാണ്. അടുത്ത ക്യാൻഡിൽ വന്നേയില്ല, അത് താഴെയാണ് വന്നത്. എന്താ സംഭവിക്കുക? നോർമലി താഴോട്ട് ഇറങ്ങി വന്നു. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഈ ഒരു പ്രതിഭാസം കാണുമ്പോൾ, അതായത് സെൻട്രൽ CPR-ന്ന് സെൻട്രൽ CPR-നെ ട്രിഗർ ചെയ്ത് അല്ലെങ്കിൽ അതിനെ ടച്ച് ചെയ്ത ക്യാൻഡിലിൻ്റെ ഹൈ കട്ട് ചെയ്യാതിരിക്കുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാം, ഈ ക്യാൻഡിൽ ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ. അതായത് ഏകദേശം ആ S1-ൽ വെച്ചിട്ട് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറിയില്ല. നമ്മൾ ഈ സിസ്റ്റം അതേപോലെ മെഷീൻ പോലെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണുള്ളതെങ്കിൽ മാർക്കറ്റ് തിരിച്ചിറങ്ങി വന്നിട്ട് പതുക്കെ വന്ന് ഇവിടെ അടിച്ചു. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയ പോയിന്റ് കിട്ടുക? 412 430, ഏകദേശം 20 പോയിന്റിൻ്റെ ഇൻഡെക്സ് മൂവ്മെൻ്റ് ആണ് ഇവിടെ കിട്ടിയത്. സ്വാഭാവികമായിട്ട് അറ്റ് ദ മണിയൊക്കെ എടുത്തവർക്കാണെങ്കിൽ 10 രൂപ പ്രോഫിറ്റ് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടാവും. അതിനകത്ത് സ്വാഭാവികമായിട്ടും അത് ഓക്കെയാണ്. ഇനി ഇവിടെ മറ്റൊരു സാധ്യതയാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇവിടെ ഒരു ബെയറിഷ് മൂവ്, അതായത് നോട്രേറ്റ് സോണിൻ്റെ താഴെയാണ് മാർക്കറ്റ് ഉള്ളത്, ബെയറിഷ് മൂവ്മെൻറ്റിന് സാധ്യത കൂടുതലാണ്. സോ നമ്മൾ ഒരു ട്രേഡ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ലോസ് അടിച്ചു എന്നുള്ളത് ഉറപ്പാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്താണ് നോക്കേണ്ടത്? ഈ വന്നിരിക്കുന്ന ക്യാൻഡലിൻ്റെ ലോയാണ്. ഈ ക്യാൻഡലിൻ്റെ ലോയിൽ വെച്ച് നമുക്ക് ഒരു എൻട്രി കൂടി പ്ലാൻ ചെയ്യണം. അതിൻ്റെ ഇത് വന്ന് കിടക്കുന്നത് ഇവിടെയാണ് ലോ, ഇത് ഈ ഒരു ക്യാൻഡിൽ. കാരണം ഇത് S2-നെ കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ പുട്ടിലേക്ക് ഒരു എൻട്രിയാണ് നമുക്കവിടെ. അത് എൻട്രി നമ്മൾ ഇത് വന്നു, നെക്സ്റ്റ് ക്യാൻഡിൽ വന്നിട്ട് അതിൻ്റെ ലോ കട്ട് ചെയ്തിട്ട് താഴോട്ട് പോയിട്ട് നേരെ വന്നു. അടുത്ത ക്യാൻഡിൽ വന്നിട്ട് എന്ത് സംഭവിച്ചു? അടുത്ത ക്യാൻഡിൽ വന്നിട്ട് S3-നെയും കട്ട് ചെയ്തിട്ട് താഴെ ഇറങ്ങുമ്പോൾ നമ്മുടെ മുന്നിൽ വേറെ ലെവൽസ് ഇല്ല. എന്താ ചെയ്യുക? അപ്പോൾ നമുക്ക് അഡീഷണൽ ലെവൽസ് കിട്ടണ്ടേ, ടാർഗറ്റ് കിട്ടണ്ടേ? അപ്പോൾ അഡീഷണൽ എങ്ങനെയാണ് അഡീഷണൽ ലെവൽസ് നമ്മൾ വരക്കാൻ പറ്റുക നോക്കാം. ഇവിടെ ഫസ്റ്റിൽ ചെയ്യേണ്ടത്, നിങ്ങളൊരു കാൽക്കുലേറ്റർ എടുക്കുക. കാൽക്കുലേറ്റർ ഇപ്പോൾ ഞാൻ കമ്പ്യൂട്ടറിലായതുകൊണ്ട് ഒറ്റ ക്ലിക്കിൽ കിട്ടുന്ന, മൊബൈലൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. 22,433 22,433 S2-ൻ്റെ വാല്യൂ, മൈനസ് 22,397. അപ്പോൾ കിട്ടുന്ന ഗ്യാപ്പ് എത്രയാണ്? 36 പോയിന്റിൻ്റെ ഗ്യാപ്പാണ് റാസ് ലെവൽസിനുള്ളത്. അപ്പോൾ മൈനസ് 36 22,397 മൈനസ് 36 അല്ലേ? അപ്പോൾ എത്ര കിട്ടുക? 22,361 നമുക്ക് കിട്ടുന്നത്. ഓക്കെ,
22,361. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് കോപ്പി ചെയ്യുക. കോപ്പി, എന്നിട്ട് നേരെ ഈ ലൈനിലേക്ക് വരിക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അവിടെ കൺട്രോൾ V അടിച്ചത് പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ 22,361 നമുക്കൊരു ലൈൻ കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ലൈനിൻ്റെ കളർ ഞാൻ എന്താ പറയുക, ഒരു നേരത്തെയുള്ള ലെവൽസിൻ്റെ അതേ കളറിലേക്ക് ആക്കാം. ഇനി ഇവിടെ നിഫ്റ്റി എന്നുള്ളത് മുകളിൽ ക്ലിക്ക് ചെയ്താൽ സേവ് ആയിക്കോളും. അപ്പോൾ നമ്മൾ നോക്കിയത് ഇവിടെ എൻട്രി എടുത്തു, S2 എന്ന് കട്ട് ചെയ്ത് താഴെ ഇറങ്ങുമ്പോൾ പുട്ടിലേക്ക് എൻട്രി എടുത്തിട്ട് S3 കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് സ്റ്റോപ്പ് ലോസ് മൂവ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ S3 എന്ന് കട്ട് ചെയ്ത് S4 കട്ട് ചെയ്ത് താഴെ ഇറങ്ങിയിട്ടുണ്ട്. S4 കട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സ്റ്റോപ്പ് ലോസ് S3യിലേക്ക് മാറ്റാൻ പറ്റും. അതിന് പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. നേരെ വരുന്ന വഴിയിൽ S3യും S4 ഒറ്റയടിക്ക് കട്ട് ചെയ്തപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് S3യിലേക്ക് മാറി. സോ ഇവിടെ എത്ര പോയിന്റ് നമുക്ക് കിട്ടും, 422 397 ഏകദേശം 25 പോയിന്റ് ഇവിടെ നമ്മൾ കൺഫേം ആക്കി. അവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ച് ഇറങ്ങിപ്പോയി. S4 കട്ട് ചെയ്ത് താഴെ ഇറങ്ങിയ മാർക്കറ്റ് അതിൻ്റെ ലോ വീണ്ടും കട്ട് ചെയ്തില്ല, തിരിച്ച് മുകളിലോട്ട് തന്നെ കയറി വന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇവിടെ വന്നിട്ട് നമ്മുടെ എൻട്രി കട്ടാവും. ഈ ഒരു ലെവലിൽ വെച്ച് 22,397 വെച്ചിട്ട് നമ്മുടെ എൻട്രി കട്ടാവും. ഇനി ഇതിനകത്ത് ഇവിടെ ഇപ്പോൾ ഒരു ചലഞ്ച്, ഒരു ഭയങ്കരമായിട്ട് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു പ്രതിഭാസത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടും. മുകളിലോട്ട് പോകുമ്പോൾ നിങ്ങൾ നേരത്തെ ഇവിടെ നിന്ന് എൻട്രി എടുത്തിട്ട് ഒരു ഹൈ വന്നിട്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു സോണിൽ ഇനി ട്രേഡ് നമുക്ക് ഇല്ല. അതായത് തിരിച്ചിറങ്ങി വരുമ്പോൾ നമ്മൾ ഒന്നെടുത്തു, പോകുമ്പോഴും ഒന്നെടുത്തു. ഈ സോണിൽ ഇനി ട്രേഡ് എടുക്കാതിരിക്കുക. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. S4ൻ്റെയും S1ൻ്റെയും ഇടയിൽ ഇനി നമ്മൾ ട്രേഡ് എടുക്കുന്നില്ല ഇന്ന്. കാരണം ഓൾറെഡി അതിൽ കിട്ടാനുള്ള ജ്യൂസ് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. സോ ഇനി അതിനകത്ത് കൊണ്ടുപോയിട്ട് വീണ്ടും കളയരുത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, എൻട്രി എടുക്കാനൊക്കെ എളുപ്പമാണ്. എങ്ങനെയെങ്കിലുമൊക്കെ അനലൈസ് ചെയ്ത് ഏതെങ്കിലും എൻട്രി സെറ്റപ്പൊക്കെ റെഡിയാക്കി എൻട്രി എടുക്കാം. പക്ഷേ അതിനകത്ത് പ്രോഫിറ്റ് കിട്ടും. പ്രോബബിലിറ്റി ഓഫ് സക്സസ്, ഒരു സാധ്യത എത്രത്തോളം, വിജയിക്കാനുള്ള സാധ്യത എത്രത്തോളം എന്നുള്ളത് ഉറപ്പുണ്ടായിരിക്കണം. 50% മുകളിൽ വിജയസാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ എൻട്രി ചെയ്യാൻ പാടുള്ളൂ. സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് എൻട്രി കിട്ടി. പ്രോബബ്ലി സെക്കൻഡ് എൻട്രി നമ്മൾ എടുക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇവിടെ എൻട്രി കാണിച്ചിരുന്ന ഭാഗമായിട്ട് ഞാനത് ഓർത്തില്ല, അത് നിങ്ങളോട് പറഞ്ഞു. എൻട്രി എടുത്തു, പക്ഷേ ഫസ്റ്റ് എൻട്രി നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഇവിടം വരെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ റേഞ്ചിനകത്ത് പിന്നെ എൻട്രി എടുക്കാതിരിക്കേണ്ടതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഇനി നമുക്ക് എൻട്രി കിട്ടുക നമ്മുടെ S1 കട്ട് ചെയ്യുമ്പോഴാണ് നമുക്കൊരു എൻട്രി കിട്ടുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എന്താ സംഭവിക്കുക, S1 കട്ട് ചെയ്തു, ഹൈ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ വെച്ച് എൻട്രി കിട്ടി. പക്ഷേ എന്താണ് കുഴപ്പം, നോ ട്രേഡ് സോണിൽ ഞാൻ പറഞ്ഞു അതിനകത്ത് നമുക്ക് ട്രേഡ് ഹോൾഡ് ചെയ്യാം, പക്ഷേ ഫ്രഷ് എൻട്രി എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, മുകളിലോട്ട് കയറി ഉടനെ തന്നെ തിരിച്ചിറങ്ങി വന്നിട്ട് അവിടെ നമുക്ക് ട്രേഡ് കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മുടെ ട്രേഡ് സ്റ്റോപ്പ് അടിച്ചു പോയി, നമ്മൾ പ്രതീക്ഷിച്ച പോലെ നിന്നില്ല, എന്തെങ്കിലുമൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ട്രേഡ് കണ്ടിന്യൂഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നോ ട്രേഡ് സോൺ ബ്രേക്ക് ഔട്ട് ലൈനിനെ കട്ട് ചെയ്ത് കയറുമ്പോൾ തന്നെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ലെവലിലേക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. ഇതിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ബ്രേക്ക് ഔട്ട് ലൈനിൽ നിന്ന് കട്ട് ചെയ്ത് മുകളിലോട്ട് കയറുമ്പോൾ സ്റ്റോപ്പ് ലോസ് വരിക ബ്രേക്ക് ഡൗൺ ലെവലിലാണ്. അല്ലെങ്കിൽ ഈ താഴെ BD എന്ന BO കടന്ന് മുകളിലോട്ട് പോകുമ്പോൾ BDയിലായിരിക്കും സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. അതുപോലെ താഴോട്ടാണ് മാർക്കറ്റ് ഇറങ്ങുന്നത്. BD കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുമ്പോൾ BOയിലായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും, പുട്ട് സൈഡിലേക്ക് എൻട്രി എടുക്കുന്നത്. ഇതൊക്കെ കുറച്ച് ട്രേഡിങ് അറിയുന്നവർക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, അല്ലാത്തവരൊന്ന് കൺഫ്യൂസ് ആവുന്നുണ്ട്. ഇതെന്താണ് BDയും സിഗരറ്റൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ആലോചിക്കുന്നുണ്ടാവും. ഒന്നുകൂടി റിവൈസ് ചെയ്തിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ദെൻ മാർക്കറ്റ് അവിടെ നിന്ന് അടുത്ത ലെവലിൽ കട്ട് ചെയ്ത് പോയി. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ഔട്ട് ലെവലിലേക്ക് മാറിയിട്ടുണ്ടാവില്ല. ഇത് കട്ട് ചെയ്ത് ഹൈ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടുന്ന് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടുന്ന് ഒരു R1 കട്ട് ചെയ്തു, R2 കട്ട് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ R1ലേക്ക് എത്തിയിട്ടുണ്ടാവും. മാർക്കറ്റ് തിരിച്ചു വന്നിട്ടില്ല. ഇവിടുന്ന് R2 കട്ട് ചെയ്ത് R3യും കട്ട് ചെയ്തു. R3 കട്ട് ചെയ്യുമ്പോൾ R3 സ്വാഭാവികമായിട്ട് ഒരു ഫൈനൽ ഡെസ്റ്റിനേഷനാണ്. അവിടെ വെച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം എന്നുള്ള നിർബന്ധമാണ്. അവിടെ വെച്ചിട്ട് R3യിൽ വെച്ചിട്ട് നമുക്ക് എൻട്രി, അതായത് ബ്രേക്ക് ഔട്ട് ലൈനിൽ നിന്നും എൻട്രി എടുത്തിട്ട് R1 R2 പോകുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് R1ൽ ഉണ്ടാവും. R3യിലേക്ക് മാർക്കറ്റ് എത്തുമ്പോഴത്തേനും അവിടെ വെച്ച് നമ്മൾ ട്രേഡ് എക്സിറ്റ് ചെയ്തിരിക്കണം. അതാണ് അതിൻ്റെ 3 ലെവൽസ് തരുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം. അതാണ് മാർക്കറ്റ് ഇപ്പോൾ ബെയറിഷ് മൂവ്മെൻറ്റിൽ ബ്രേക്ക് ഡൗൺ ലൈനിനെ കട്ട് ചെയ്ത് താഴോട്ട് പോവാണ്. S1 എടുത്തു, S2 കട്ട് ചെയ്തു, S3 കട്ട് ചെയ്യുന്നത് കാണുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. നോർമലി റാസ് ലെവൽസ് ഹെവി ഫോളിന് സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്തേക്ക് R4 S5 S6 S1 S2 S3 S4 6 ഒക്കെ വരച്ചോളുക. പക്ഷേ നോർമൽ ട്രേഡിംഗ് ഡേയിലാണെങ്കിൽ ബ്രേക്ക് ഔട്ട് ലൈനിൽ നിന്നും കട്ട് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ
കോൾ സൈഡിലേക്ക് എൻട്രി ആണ്, R3 അതിൻ്റെ എക്സിറ്റ് ആണ്, മാക്സിമം ആണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് പോകും. ഇനി ബ്രേക്ക് ഡൗൺ ലെവലിൽ നിന്ന് എൻട്രി, പുട്ടിലേക്ക് എൻട്രി എടുത്തു കഴിഞ്ഞാൽ S3 അതിൻ്റെ മാക്സിമം ടാർഗറ്റാണ്. S3യിൽ ഫർദർ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് പുതിയ എൻട്രി ആയിട്ട് കൊണ്ടുപോകാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ഹൈ കട്ട്, 5 മിനിറ്റ് അതായത് സിഗ്നലിംഗ് ക്യാൻഡിൽ ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ പറയുക സിഗ്നൽ ക്യാൻഡിൽ എന്നാണ്. ഇപ്പോൾ ഇതുണ്ടല്ലോ, ഈ ഒരു ക്യാൻഡിൽ കട്ട് ചെയ്യുന്നത്, ഇതിനെ സിഗ്നൽ, ഇത് നമ്മളോട് സിഗ്നലാണ് തരുന്നത്, മുകളിലോട്ടാണ് മാർക്കറ്റ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഹൈ കട്ട് ചെയ്യുന്നുണ്ടെങ്കിലാണ് അവിടെ ഒരു അപ്പർ മൂവ്മെൻറ്റ് കൺഫേം ചെയ്യുന്നത്. സോ ആ ഹൈ കട്ട് ചെയ്യുമ്പോഴാണ് എൻട്രി. അപ്പോൾ ആദ്യത്തെ ടാർഗറ്റ് S1 നിന്ന് S2ലേക്ക് പോകുമ്പോൾ ചെറിയൊരു ഇതേ എമൗണ്ടേ കിട്ടുള്ളൂ. പക്ഷേ S1 നിന്ന് S2ലേക്ക് പോകുമ്പോൾ കുറേ കൂടെ കൂടും. S2 S3യിലേക്ക് പോകുമ്പോൾ അതിനേക്കാളും നല്ല പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്. കുറേ ഡീറ്റെയിൽസ് ഇതിൻ്റെ പ്രീവിയസ് ചാപ്റ്റർ നമ്പർ 11 ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് ചോദിച്ചവർക്കുള്ള ഒരു മറുപടി എന്ന രീതിയിലാണ് ഈ വീഡിയോ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ റാസ് ലെവൽസ് വെച്ചിട്ട് നല്ല രീതിയിൽ, അതായത് എനിക്ക് ഒട്ടുമിക്ക ദിവസം ഞങ്ങളുടെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഈ ചാനൽ കാണുന്ന ആൾക്കാർ മാത്രമാണ് അവർ, അല്ലാതെ ഏതെങ്കിലും രീതിയിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരും അല്ലാതെ അവരൊക്കെ എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്, ഇങ്ങനെയാണ്. അത് ചില ആൾക്കാർ റാസ് ലെവൽസിനെ അനലൈസ് ചെയ്തിട്ട് അയച്ചു തരും. ഇന്ന ലെവലിൽ ഓപ്പണായി, അവിടെ നിന്ന് ഇത്ര ലെവലിലേക്ക് കയറി, ഇത്ര ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഇത്ര ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് റിപ്പോർട്ട് അയച്ചു തരുന്ന ആൾക്കാർ പോലും ഉണ്ട്. അപ്പോൾ ഒന്ന് ശ്രമിച്ച് നോക്കുക. പിന്നെ ട്രേഡിംഗ് ആണ് പ്രോഫിറ്റ് ഓർ ലോസ്, അതെന്തുണ്ടായാലും അത് നിങ്ങൾ മാത്രമാണ് അതിൻ്റെ ഉത്തരവാദി. ഞാനൊരിക്കലും അതിൻ്റെ ഉത്തരവാദി ആയിരിക്കുന്നതല്ല. സോ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കിയിട്ട് സക്സസ്ഫുൾ ആവുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയൊക്കെ ഇതിൻ്റെ വിശ്വാസ്യത നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അതിന് പ്രത്യേകിച്ച് ചാർജൊന്നുമില്ല. എല്ലാ ദിവസവും ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാനിത് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 4 വർഷത്തോളമായെന്ന് തോന്നും. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തുക പറ്റുമെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ സെൻസെക്സിൻ്റെ ലെവൽസ് ഇങ്ങനെയാണ്. ഞാൻ എല്ലാ ദിവസവും സെൻസെക്സിലും നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ലെവൽസ് വരച്ചിടാറുള്ളത്. സോ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു ലെവൽ വന്നു. എനിക്കിപ്പോൾ ബാങ്ക് നിഫ്റ്റിയാണ് വേണ്ടതെങ്കിൽ ബാങ്ക് നിഫ്റ്റി എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയുടെ ലോഡായി വരും. അത് ഇന്നലത്തെ ഒന്നല്ല, ഇത് മറ്റൊരു ദിവസത്തെയാണ്. സോ ഈ രീതിയിലാണ് നമ്മൾ ലെവൽസിനെ ഉപയോഗപ്പെടുത്തുന്നത്. ഇതിപ്പോൾ ദെൻ ഇതിനകത്ത് മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ അതും കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. എനിക്ക് തോന്നുന്നൊന്നും വിട്ടുപോയിട്ടില്ല. റാസ് ലെവൽസിൻ്റെ ചരിത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാൽക്കുലേറ്റ് ചെയ്തതിന് പ്രത്യേകിച്ച് ഫോർമുല വെച്ചിട്ടല്ല, മാനുവലി ചെയ്യുന്നതാണ്. പല വാല്യൂസ്, ഹിസ്റ്ററിക്കൽ വാല്യൂസാണ് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത്. ഓരോ സമയത്ത് നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ മാർക്കറ്റ് ഇവിടെ വെച്ചിട്ട് എന്തുകൊണ്ട് റിജക്ഷൻ ആയി എന്നുള്ളത്, വീണ്ടും അവിടെ വരെ വന്നിട്ട് എന്തുകൊണ്ട് റിജക്ഷൻ ആയി, അപ്പോൾ അത് എത്ര പോയിന്റ് അവിടെ ഒരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്, ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും തമ്മിൽ എത്ര മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ഫസ്റ്റ് ക്യാൻഡിൽ, ഹെവി ക്യാൻഡിൽസ്, അതിൻ്റെ ഒരു ലോജിക്ക് കുറേ കാര്യങ്ങളുണ്ട്. ഡേ ലോ, ഡേ ഹൈ അത് വരുന്നുണ്ട്. ഇടയിലുള്ള സ്വിങ്ങിൻ്റെ, അതായത് 15 മിനിറ്റിൽ വരുന്ന സ്വിങ്ങിൻ്റെ ഹൈ ലോയും ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. മറ്റ് ന്യൂസുകൾ, ഇപ്പം എന്താ പറയുക, ചില സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഞാൻ ഇവിടെ നിന്ന് മാർക്കറ്റ് താഴോട്ട് പോകുമെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് താഴോട്ട് പോയിട്ടുണ്ടാവില്ല. കാരണം എനിക്ക് കിട്ടിയ ന്യൂസുകൾക്ക് ഞാനിട്ട മാർക്കിനനുസരിച്ചായിരിക്കും എൻ്റെ ഓരോ നിഗമനങ്ങളും വരുന്നത്. അപ്പോൾ ന്യൂസ് വളരെ പവർഫുള്ളായിട്ട് മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ളതാണ് എന്ന രീതിയിൽ എനിക്കൊരു നിഗമനത്തിലെത്താൻ സാധിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചാണ് ഞാൻ എൻ്റെ മാർക്കറ്റിൻ്റെ പ്രെഡിക്ഷൻ പറയുക. പക്ഷേ മാർക്കറ്റിൽ ഞാൻ കൊടുത്ത ഇമ്പോർട്ടൻസിന് അത്രയും ആ ന്യൂസിന് മാർക്കറ്റ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതിന് എഗെയിൻസ്റ്റ് പോയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ സംഭവിക്കാം. പക്ഷേ റാസ് ലെവൽസ് ഏത് രീതിയിൽ, ഏത് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ആക്യുറസി, നല്ല രീതിയിൽ ആക്യുറസി ഉള്ള ഒരു ലെവൽസാണ്. സോ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ സ്വയം ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉപയോഗിച്ചുകൊള്ളുക. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഈ ട്രേഡേഴ്സ് അരീന ഓൺലൈൻ എന്ന ടെലിഗ്രാം ചാനലിൽ ഇത് പോസ്റ്റ് ചെയ്യാറുണ്ട്. വാട്സപ്പിൽ ഞാൻ വല്ലപ്പോഴൊക്കെ കൊടുക്കുക. അതിനകത്തൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല കേട്ടോ. ഇതിൻ്റെ ലിങ്ക്, വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ എല്ലാം ലിങ്ക് ഉണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും ഇതിനകത്തുണ്ട്. എല്ലാം മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊള്ളുക. അപ്പോൾ എന്ത് ക്വസ്റ്റ്യൻസ്, കമൻറ്റുകൾ എന്തുണ്ടെങ്കിലും ഇതിന് താഴെ ഒന്ന് രേഖപ്പെടുത്തുകയാണെങ്കിൽ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അടുത്ത വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ. സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരും